ഡൽഹിയിലുള്ള മുരളി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഈ അവാർഡ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും കേന്ദ്ര അവാർഡ് കമ്മിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞു. അതായത് തമിഴ് സിനിമകളിലൊക്കെ ധാരാളം അഭിനയിച്ചിട്ടുള്ള ഒരു ആദ്യകാലത്തെ നടി, അവർ യഥാർത്ഥത്തിൽ കർണാടക സ്വദേശിയാണ്. അവർ കേന്ദ്ര അവാർഡ് കമ്മിറ്റിയിൽ ഒരു തവണ വന്നപ്പോൾ ഒരു കന്നഡ സിനിമയിലെ സംഗീത സംവിധായകന് അതുപോലെ പലർക്കും വേണ്ടി അവാർഡ് തീരുമാനിച്ചിട്ടാണ് വന്നിരുന്നത് അത്രേ. അപ്പോൾ കമ്മിറ്റിയിലെ പല അംഗങ്ങളും അവർക്കും വേറെ താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ സ്വജനപക്ഷപാതപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരുമായി പല ആളുകൾക്കും അവാർഡ് കൊടുക്കുന്നതിൽ ഏറ്റുമുട്ടലുണ്ടായി. അവസാനം ഇവർ കരഞ്ഞു പറഞ്ഞത്രേ, ഈ സംഗീത സംവിധായകനെങ്കിലും നിങ്ങൾ ഈ അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ, വേറെ ഒന്നിലും ഞാൻ തർക്കിക്കുന്നില്ല, കാരണം ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു പോയി നിങ്ങൾക്ക് ഈ അവാർഡ് ഞാൻ എങ്ങനെയെങ്കിലും തരാമെന്ന്, അതുകൊണ്ട് എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ കരഞ്ഞത്രേ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ ഇതിനോടൊന്നും ഒരു താല്പര്യം തോന്നില്ല. ഇപ്പോൾ പ്രിയദർശൻ കഴിഞ്ഞ തവണ കേരള സംസ്ഥാന അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനായിട്ട് തിരുവനന്തപുരത്ത് സിനിമകളൊക്കെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, പ്രിയ ഒരു അപ്പോൾ കേരളത്തിൽ നല്ല എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു അപേക്ഷ മാത്രം എനിക്കുണ്ട്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണാൻ പ്രിയൻ അങ്ങനെ ഒരു മനസ്സിനോടുകൂടി വേണം ഇവിടുന്ന് പോകാൻ. പ്രിയം പറഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. 2-3 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് 2 പേർ വീതിക്കുകയായിരുന്നു, അജയ് ദേവ്ഗൺ, മമ്മൂട്ടി. അപ്പോൾ ആ കാര്യം അന്നത്തെ ദിവസം രാവിലത്തെ പത്രത്തിൽ വായിച്ച് 9 മണി 10 മണി 11 മണി ആയപ്പോൾ മദിരാശിയിൽ നിന്നൊരു കോൾ. ഞാൻ അപ്പോൾ നാട്ടിലായിരുന്നു. നോക്കുമ്പോൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു, ഞാനിങ്ങനെ ഇങ്ങനെ കഴിയാണ്, 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. പിന്നെ അത് പോട്ടെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മമ്മൂട്ടി പിന്നെയും ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ എന്താണ് വിളിച്ച് അഭിനന്ദിക്കാത്തതെന്നോ മറ്റാണോ പുള്ളിയുടെ മനസ്സിൽ നിന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എനിക്ക് പൊതുവിലെന്ന് വെച്ചാൽ എന്നെ ആരും അവാർഡ് കിട്ടിയപ്പോഴൊന്നും വിളിച്ചിട്ട് അങ്ങനെ അഭിനന്ദിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ അഭിനന്ദിക്കാറില്ല. മാത്രമല്ല ഈ അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളാണല്ലോ, എന്തിനാണ് അഭിനന്ദിക്കേണ്ടതെന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനതിനെ പറ്റി ഒന്നും മിണ്ടിയില്ല. പക്ഷേ പുള്ളി എന്തുകൊണ്ടോ വീണ്ടും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല, അങ്ങനെ പോകുന്നു. ശരി, അങ്ങനെ പോകുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ പറഞ്ഞ്, ഇല്ലേ, ഒന്നുമില്ലാന്നേ. അപ്പോൾ പൊറുതി മുട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ രാവിലെ പത്രമൊന്നും വായിച്ചില്ലേ? ഞാൻ പറഞ്ഞു, പത്രം വായിച്ചു. നിങ്ങൾക്ക് അവാർഡ് കിട്ടിയതല്ലേ, അത് നിങ്ങളെ വിളിച്ചിട്ട് അഭിനന്ദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അജയ് ദേവ്ഗണിൻ്റെ നമ്പർ കിട്ടിയില്ല, അവിടെ നിങ്ങളെ വിളിച്ചില്ല. കാരണം നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നിച്ച് കിട്ടിയ അവാർഡില്ല. അപ്പോൾ നിങ്ങളെ മാത്രം വിളിച്ചിട്ട് എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അവിടെയാണ് വിളിക്കാതിരുന്നത്. പോടാന്ന് പറഞ്ഞു പുള്ളിൻ്റെ അടുത്ത്. പക്ഷേ വേറൊരു കാര്യം ഇതിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ തവണ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി മമ്മൂട്ടി ഒരു അക്ഷരം വേണ്ടിയില്ലാന്ന്. എങ്ങനെയുണ്ട് അവാർഡിനെ പറ്റി ആളുകൾ ഇങ്ങനെയൊക്കെ